സാഹിബ് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം എസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സംഘടനയോട് ഇതിൻ്റെ കാരണവൻ ലോകം അഹിംസ പ്രിയപ്പെട്ട സഹോദരിമാർ അവിടെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ യൂണിറ്റി റെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജില്ലയിൽ മറ്റ് നിയോജക മണ്ഡലങ്ങൾ തുടക്കം കുറിക്കുന്നതിന് മുന്നേ പെരിന്തൽമണ്ണ മണ്ഡലത്തിലാണ് നമ്മൾ തുടക്കം കുറിക്കുകയും അന്ന് 3 യൂണിറ്റ് കഴിഞ്ഞ മാസം യൂണിറ്റ് റെയ്ഡ് നടത്തുകയും സമാപനം ഇവിടെ താഴെക്കോട് പഞ്ചായത്ത് ലീഗ് ഓഫീസിൽ വെച്ചുകൊണ്ടാണ് നടത്തിയത്. ഇവിടെ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ, പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റിയുടെ ഭാരവാഹികൾ, യൂത്ത് ലീഗിൻ്റെ മണ്ഡലം പഞ്ചായത്ത് തല നേതാക്കന്മാർ, വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട പാർട്ടിയുടെ പോഷക സംഘടന നേതാക്കന്മാർക്ക് ഉൾപ്പെടുന്ന എല്ലാ രീതിയിലുള്ള സമ്മേളനം അവിടെ വെച്ച് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ അമ്പണിക്കാട്, പെരുങ്കരത്താണി, മറ്റുള്ള മരുവല ഉള്ള പ്രദേശങ്ങളിൽ യൂണിറ്റ് യോഗങ്ങളൊക്കെ ചേർന്ന് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ മരുവല യൂണിറ്റിൽ വെച്ചുകൊണ്ട് 100 തൊഴിലാളികളെ ഫാമിലി അംഗങ്ങളാക്കി ചേർന്നു. അതോടൊപ്പം 3 മണിക്ക് ഇവിടെയും 2 മേഖലയെ 2 കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യോഗം നടത്തുന്നത്. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ആരംഭിക്കുന്നത് വരണമെന്ന് 22-ാം തീയതി ഞങ്ങൾ കൂടിയ കർഷകത്തൊഴിലാളി പ്രദേശ ആക്റ്റീവ് മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രിയപ്പെട്ട അഷ്റഫ് സാഹിബ് ആവശ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രാധാന്യവും ഇപ്പോൾ നമ്മുടെ തന്നിട്ടുള്ള ഓണറും കണക്കെടുത്തുകൊണ്ട് ഇന്ന് സംസ്ഥാന എസ് കമ്മിറ്റിയുടെ യോഗം കോഴിക്കോട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വരികയും ജനറൽ സെക്രട്ടറി ആയി അവിടെ കോഴിക്കോട് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ കീഴിൽ മുസ്ലിം ലീഗ് രൂപീകൃതമായതിനു ശേഷം അതിൻ്റെ 2ാമത്തെ പോഷക സംഘടന ഉണ്ടാക്കിയത് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ, അതിനുശേഷം ഉണ്ടാക്കിയത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ, 4ാമത്തെ അതിലെ പോഷക സംഘടനയാണ് മുസ്ലിം യൂത്ത് ലീഗ്. തുടക്കം മുതലേ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായി പ്രവർത്തിച്ചു വരുന്ന, അങ്ങനെ അവകാശപ്പെടാൻ പറ്റാവുന്ന തൊഴിലാളി പ്രസ്ഥാനമാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ കൈവണ്ടി തൊഴിലാളികൾ, അതുപോലെ ചുമട് തൊഴിലാളികൾ, വീട് തരപ്പ് തൊഴിലാളികൾ, അതുപോലെ നമ്മുടെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ, ചായ തൊഴിലാളികൾ, ഇങ്ങനെയൊക്കെയുള്ള സംഘടിത മേഖലയിൽ മത്സ്യവിതരണ തൊഴിലാളികളൊക്കെയായിരുന്നു ഒരു കാലത്ത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ സംഘശക്തി. അന്ന് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി സംഘടനകളൊക്കെ സംഘടിത മേഖല തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളി പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് KMCD സാഹിബിനെയും ESM മാനിഫാജി, അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, AK അബ്ദുൽ സാഹിബ്, ഇങ്ങനെയുള്ള അഹമ്മദ് യൂണിഫോം, അഡ്വക്കേറ്റ് SP ഉസ്മാൻ കോയ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, OK മുഹമ്മദ് കുഞ്ഞി കണ്ണൂർ, ഇങ്ങനെയുള്ള പ്രഗത്ഭരായ നേതാക്കന്മാർ അസംഘടിത മേഖല തൊഴിലാളികളെ സംഘടിപ്പിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളൊക്കെ അന്ന് നമ്മളെ പരിഹരിച്ചിരുന്ന കാലമുണ്ടായി. പിന്നീട് അവരും ഈ അസംഘടിത മേഖലയിലേക്ക് കടന്നു വരികയും പിന്നീട് ആ മേഖല പൂർണ്ണമായി അവരെ കയ്യിൽ അറിയപ്പെടുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഈ പറയപ്പെടുന്ന എല്ലാ അസംഘടിത മേഖലയും നമുക്കുണ്ടായിരുന്നെങ്കിലും കർഷക തൊഴിലാളി സംഘടന നമുക്ക് നാമമാത്രമായ വേരോട്ടമുള്ള ഒരു സംഘടനയായിരുന്നു. 1993-ലാണ് ഞാനിതിൻ്റെ സംഘടനാ രംഗത്തേക്ക് കടന്നു വരുന്നത്. യൂത്ത് ലീഗുകാരനാണ്, ചെറുപ്പക്കാരനാണ്. അന്ന് തൊഴിലാളി ഈ പ്രസ്ഥാനം, ഈ കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻ PSC മെമ്പറും മുൻ MLA ഒക്കെ ആയ നമ്മുടെ KP രാമൻ മാസ്റ്റർ അവരെ സമീപിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ രാമമാസ്റ്ററിനോട് പറഞ്ഞത് നിങ്ങൾ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് എങ്ങനെ തൊഴിലാളി പ്രസ്ഥാനം വരണം, മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും സ്വീകരിക്കില്ല, തൊഴിലാളി പ്രവർത്തനവുമായി കൊണ്ടുവന്ന യൂത്ത് ലീഗിലെ MSO പ്രവർത്തിക്കുന്നതായി അങ്ങനെ ST കൂടി എളുപ്പമല്ല. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ ഒരു ആവേശത്തിൽ വൃത്തിയാടി ഇത് നിങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇറങ്ങി പുറത്തുണ്ട്.
അങ്ങനെ വേങ്ങരയിൽ നമ്മൾ കർഷകരായിട്ട് ഗംഭീരമായ സമ്മേളനം നടത്തിയും PSC മെമ്പർ ഇതുപോലെ സ്ഥലത്ത് കാത് കൊടുത്തിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ സമ്മേളനങ്ങളൊക്കെ വീക്ഷിച്ച് പിന്നീട് വീട്ടിലേക്ക് വിളിച്ച് ഞങ്ങളെ കമ്പനിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഏതായിരുന്നാലും ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ നമ്മുടെ നേതാക്കന്മാരുമായി ജില്ലാ മുസ്ലിം ലീഗ് നേതാക്കന്മാരുമായി സംസ്ഥാന മുസ്ലിം ലീഗ് നേതാക്കന്മാരുമൊക്കെ പരിചയപ്പെടാനും ഇതിൻ്റെ പ്രവർത്തന കേന്ദ്രം ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസായപ്പോൾ കോട്ടപ്പടിക്കും അവിടെ വെച്ചായിരുന്നു പ്രവർത്തക കേന്ദ്രം. അപ്പോൾ എല്ലാ നേതാക്കന്മാരെയും അവിടുന്ന് കാണാനുള്ള അവസരമുണ്ടായി. അങ്ങനെ അവരൊക്കെ ഇത് ചോദിച്ചറിയും. ഞാനൊക്കെ ജില്ലാ ലീഗ് ഓഫീസിൽ ഇരിക്കുമ്പോൾ എൻ്റെ ചുറ്റുപാടും ഇതുപോലെ പ്രായമുള്ള ആളുകൾ, വിവിധ വ്യത്യസ്ത ജാതി വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ, അവർക്ക് നടുവിൽ ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ ഫോമുകൾ പൂരിപ്പിച്ച് കൊടുക്കുക മറ്റുള്ളതൊക്കെ എല്ലാവരും എത്തി നോക്കി എന്തേ സംഭവം. ഓഫീസ് സെക്രട്ടറി മൊയ്തുവാർ നിക്ഷേപണം വെച്ച് ചോദിച്ചത്. അങ്ങനെ എല്ലാ നേതാക്കന്മാരുടെയും സഹായ സഹകരണമുണ്ടായപ്പോൾ മലപ്പുറം ജില്ലയിൽ വലിയൊരു സംഭവമാക്കി മാറ്റിവെക്കാൻ സാധിക്കും. കുടുംബങ്ങളായ തൊഴിലാളികൾ ഈ ക്ഷേമജി അംഗരാക്കി നമ്മുടെ താഴത്തെ പഞ്ചായത്തൊക്കെ നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു. അങ്ങനെ എല്ലാ പഞ്ചായത്തിലും മുസ്ലിം ലീഗ് കമ്മിറ്റി അവരെ അജണ്ടയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയും വേണ്ടുന്ന എല്ലാ സഹായ സഹകരണം ചെയ്യുകയും ഇതിൻ്റെ വ്യവസ്ഥാനമാക്കി മാറ്റിവെക്കാൻ സാധിക്കും. ഇന്ന് കേരളത്തിൽ മൂന്നാമത്തെ തൊഴിലാളി കർഷക തൊഴിലാളി രംഗത്ത് മൂന്നാമത്തെ തൊഴിലാളി പ്രസ്ഥാനമാണ് KKTF അഥവാ കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ KSKT തൊഴിലാളി കഴിഞ്ഞാൽ പിന്നീട് DKTF കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടന കഴിഞ്ഞാൽ പിന്നീട് KKTF. അപ്പോൾ നമ്മൾ KKTF എന്ന് സംബോധന ചെയ്യാൻ കാരണം നമുക്ക് ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കിടയിൽ വേരാട്ടം ഉണ്ടാകാനും അവിടെ നമുക്ക് രജിസ്ട്രേഷൻ എളുപ്പത്തിൽ നേടിയെടുക്കാനുമാണ് KKTF എന്നുള്ള ഷോർട്ട് നാമം കൊടുക്കുന്നത്. 22 നമ്മുടെ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞൊക്കെ പത്രത്തിൽ കൊടുക്കുന്നത് KKTF ടീമോട്ട്. സ്വാഭാവികം ചന്ദ്ര അതിനെ പ്രശ്നങ്ങളോട് ചോദിച്ചു STU ഇല്ലേ പിന്നെ KKTF. അപ്പോൾ അവർ STU അങ്ങനെ നമ്മളെ റിപ്പോർട്ട് അങ്ങനെ പരിധിക്കൊണ്ടിരിക്കും. STU കാണുന്നില്ല. ഞാൻ റിപ്പോർട്ട് വരാതെ വിളിച്ചപ്പോൾ STUവിൻ്റെ റിപ്പോർട്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ KKTF എന്ന് പറയുമ്പോൾ KKTF. അപ്പോൾ ഇത് ഒന്ന് നമ്മുടെ ആളുകൾക്കൊക്കെ പരിചയപ്പെടുത്തുന്ന വേണ്ടി അങ്ങനെ ഹെഡിങ് കൊടുത്തു KKTF. അപ്പം അങ്ങനെ നമ്മുടെ ജില്ലയിൽ അപ്പോൾ ഓരോ പഞ്ചായത്തിലും നമ്മുടെ ഈ പഞ്ചായത്തിൽ വളരെ കുറഞ്ഞ ആനുകൂല്യങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. പല പഞ്ചായത്തിലും 1000 തൊഴിലാളികൾ, 1200 തൊഴിലാളികൾ, 2000 തൊഴിലാളികൾ, 3000 തൊഴിലാളികൾ പഞ്ചായത്തിൽ മാത്രം 3000 തൊഴിലാളികൾ ക്ഷേമയിൽ പഞ്ചായത്തിൽ നമ്മുടെ ജില്ലയിൽ ഉണ്ട്. നമ്മുടെ സംഘടന അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്കൂട്ടി ഓരോ പഞ്ചായത്തുകളും കണക്കൂട്ടി നോക്കുമ്പോൾ ഇപ്പോൾ അകടപൂപത്ത് വെട്ടത്തൂർ പഞ്ചായത്ത്, മൂപ്പര് മണ്ണാർമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. മൂപ്പരിപ്പോൾ മണ്ണാർമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ തുടക്കം മുതൽ പ്രവർത്തിച്ചതുവരെ 2025 വരെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനായിട്ട് സ്വയം ഒരു ദിവസം ഇതിങ്ങനെ ആലോചിച്ച് നോക്കാൻ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് 4-5 ലക്ഷം രൂപ ആനുകൂല്യം അങ്ങോട്ട് വരുന്നത്. അവിടെ ഒരു 130-140 തൊഴിലാളികൾ ഉണ്ടായിരുന്നു തുടക്കുമ്പോൾ. പിന്നീട് അവരൊക്കെ റിട്ടയർമെൻറ്റ് 60 വയസ്സ് പൂർത്തീകരിച്ച് റിട്ടയർമെൻറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 30-33 34 പുസ്തകമാണ് ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. ദയവായിട്ട് ബാക്കി നോക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പുഴക്കാടി പഞ്ചായത്തിൽ നമ്മുടെ കർഷക തൊഴിലാളികളുടെ സമ്മേളനം ചെയ്തു. ഞാൻ അവിടുത്തെ സെക്രട്ടറി 10,000 പറഞ്ഞു. അങ്ങനെ 2 ദിവസം മുന്നേ വിളിച്ചത് പറഞ്ഞു എന്തൊക്കെ ആനുകൂല്യം വാങ്ങിച്ചു കൊടുത്തു, എത്ര വാങ്ങിച്ചു കൊടുക്കണം, ടോട്ടലി സംഖ്യ. അപ്പോൾ കണക്കൂടി 32 ലക്ഷം രൂപ അയാൾ വാങ്ങിക്കൊണ്ടു നിങ്ങളെ ആനുകൂല്യം. അതവിടെ നമുക്ക് ഐറ്റം തിരിച്ച് സ്വാഗതം പറഞ്ഞു ഇപ്പം സിലീഗിൻ്റെ പഞ്ചായത്തിന് പ്രസിഡന്റ് സെക്രട്ടറിമാരുണ്ട്, മണ്ഡലം ലീഗിൻ്റെ ഭാരവാഹികളുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഇവരൊക്കെ സ്തംഭിത. കാരണം ഈ 10,000 എന്ന് പറഞ്ഞാൽ ഒരു നാടോടി നാടൻ. അപ്പോഴാണ് ഇയാളെ ഞാൻ നോക്കുന്നത്. ഇതാണ് 10,000 പണി. ഞാനിപ്പോൾ ഒരു സ്കൂട്ടി ഓടിപ്പോകുന്നതെന്ന് ഓടി നടക്കുന്നുണ്ട്. നേതാക്കം മനസ്സിലാക്കി ആ യോഗം തിരിച്ചുവിടുന്നത് വരെ അയാളെല്ലാവരും പ്രശംസിക്കുന്നു. നമ്മളത് കണ്ടപ്പോൾ സത്യത്തിൽ ഈ ആനന്ദം കൊണ്ട് കണ്ണുന്നുള്ളത് നമ്മളൊരു സഹപ്രവർത്തകരെ ഈ നേതാക്കന്മാരൊക്കെ പ്രസംഗത്തിൽ പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോലും ചെയ്യാൻ കഴിയാത്തത്. അതായത് തൊഴിലാളികൾ ഈ ആളുകൾക്ക് വാങ്ങി വിൽക്കണം ആരും പറയാതെ നിശബ്ദ പ്രവർത്തനം. എന്നുവെച്ചാൽ നമ്മളൊരു വേറെ 1 ലക്ഷം രൂപ 3 ലക്ഷം രൂപയെങ്കിൽ ആനുകൂല്യം കൊടുക്കണമെങ്കിൽ ഫ്ലക്സ് വെച്ച് ബോർഡ് വെച്ച് ഫോട്ടോ എടുത്ത് നമ്മൾ ചെയ്യണമായി അത് പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് ഇതൊന്നുമില്ല.
അപ്പോൾ അങ്ങനെ അപ്പോൾ വെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു മേഖലയാണ്. ഇത് വാസ്തവത്തിൽ മനസ്സിലാക്കിയ ശരിയല്ല. നമ്മൾ പിന്നെ രാവിലെ സുഖിയാൻ കഴിഞ്ഞു അങ്ങാടിക്കാർ ചായക്കടയിൽ ചെന്ന് ചായ കുടിക്കും. നമ്മുടെ നേതാക്കന്മാർ ഇന്ന് എന്തെങ്കിലും പ്രസ്താവത്തില്ല. അപ്പോൾ അതിന് എതിരായിട്ടും അനുകൂലമായിട്ടും പത്രറിപ്പോർട്ടുള്ള വാർത്തകളുണ്ട്. ഈ മീഡിയ കോലയിൽ വെച്ചിട്ടാണ് ഈ സാധുക്കൾ ആർക്കും വേണ്ടി വിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി വിട്ടുണ്ട്. പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് പോയത് യാദർശികമായി വരുന്നതോ അല്ലെങ്കിൽ കൺഫോർമുന്നതായ പ്രസ്ഥാനങ്ങളൊക്കെ ന്യായീകരിച്ച് പാർട്ടിൻ്റെ നയങ്ങൾ സംരക്ഷിക്കുന്നതാണ് പാവങ്ങളാണ്. ഈ പല കർഷക തൊഴിലാളികൾ പാടത്ത് രാവിലെ പോകുന്ന ആളുകൾ, വില്ലേജിനെ പോകുന്ന ആളുകൾ, പശുവിനെ കറക്കാൻ പോകുന്ന ആളുകൾ, അടിസ്ഥാന വിഭാഗത്തിലെ തൊഴിലാളികൾ പോകുന്ന ഇവരാണ്. ഇവർ ഒരു 60 വയസ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് നമുക്കൊരു 25,000 50,000 രൂപ ഗവൺമെൻറ്റാണെങ്കിലും എനിക്കൊരു പെൻഷൻ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ പ്രധാന ശങ്കർ നമ്മുടെ ശങ്കുണിയേട്ടനും വിവാദപ്പെട്ട ആൾ നീലാണ്ടനിപ്പോൾ പെൻഷൻ ഉണ്ട്, മറ്റതുണ്ട്. 50 കുഞ്ഞാലിക്കുട്ടിയാണ് തങ്ങൾ വീട്ടിൽ പെൻഷൻ. ഇങ്ങനെ അപ്പോൾ ഈ നമ്മളെ ഈ ആളുകൾ മനസ്സിലുണ്ടല്ലോ വളരെ രീതിയിൽ അവർക്ക് നൊമ്പരപ്പെടും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഏകാന്തമായി എനിക്ക് പെൻഷൻ സംഭവം ചെയ്യാം. അപ്പോൾ ഇത് ഒരു 60 വയസ്സ് വരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ അയാൾ വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഒരു 10,000-40,000 രൂപ കൊടുക്കാൻ ചെയ്ത് കത്തിക്കഴിഞ്ഞ് മറ്റു കഴിയില്ല. പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കേരളത്തിൽ കഴിഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിൽ 30 രൂപ പെൻഷൻ സാർവത്രികമാക്കി. എല്ലാവർക്കും പെൻഷൻ, 3 ലക്ഷം രൂപ വരെ വരുമാനമുള്ള മുഴുവൻ ആളുകൾക്കും പെൻഷൻ. പിന്നീട് അത് വമ്പിച്ച രീതിയിൽ ഇത് വലിയ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു പറയുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് പരിമിതിയില്ല, അതുവരെ 3 ലക്ഷം. അപ്പോഴാണ് അതിന് ശേഷമുള്ള നമ്മുടെ കേരളത്തിൽ 46 ലക്ഷം 52 ലക്ഷം പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴാണ്. അതിന് മുന്നേ നമ്മുടെ കേരളത്തിൽ ആകെ പെൻഷൻ വാങ്ങുന്നത് 12 ലക്ഷം, ആകെ എല്ലാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ. അപ്പം അങ്ങനെ ഇത് ഇങ്ങനെ വിവിധങ്ങളായ ക്ഷേമം ഇത് മത്സ്യമായിട്ട് ആളുകളൊക്കെ പോയി നിർമ്മാണ തൊഴിലാളിയുടെ അച്ഛൻ, അരക്ക് തൊഴിലാളിയുടെ മകൻ, മോട്ടോർ തൊഴിലാളികൾ മരുമകൻ, കർഷക തൊഴിലാളികൾ മരുമകൾ, ഇങ്ങനെ വിവിധങ്ങളായ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള വീട്ടിൽ 5 വിവിധ ക്ഷേമനിധി പോലുണ്ട്. ഇവർക്ക് ഇതിൻ്റെതായ ആനുകൂല്യങ്ങൾ വീട്ടിൽ ആയിരിക്കും കൊടുക്കും. ഈ തൊഴിലാളി സംഘടന അവരെ ഉദാഹരണത്തിന് നമ്മുടെ താലക്കോട് വില്ലേജിൽ കർഷക തൊഴിലാളി ക്ഷേമനിധി ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഫുൾ LC ഉണ്ട്. നമ്മളിവിടെ ഒരു വിപ്പിച്ച അവർ ആ LC ഫുള്ളായിട്ടുണ്ടോ. അപ്പോൾ ഇവർക്ക് ഇന്ന അറിയാം. ഈ ഇവിടെ ജില്ലയിലെ എല്ലാ കേസ് കെട്ടി നേതാക്കന്മാർക്കും പഞ്ചായത്ത് നേതാക്കൾക്കും ഇന്നറിയാം. കാരണം ഞാൻ ഈ ദേവം കുറിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തും ചെയ്യും. ഹലാക്ക് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതിന് നേടിയും വരികയും ജനച്ചങ്ങായി വേഗം പരിശോധന അതേപോലെ നമ്മളെ ഈ അരക്കപ്പറമ്പ് വില്ലേജ് ഓഫീസിൽ അറപ്പന്തോട്ടം അവിടെ ഒരിക്കൽ നമ്മൾ 2 ലക്ഷക്കണ്ട് വർഷം അറപ്പന്തോട്ടത്തെ ഇതിട്ട് കൂട്ടിയിട്ടു. അന്ന് ഇവിടെ യുവാവാണ്. ഇവന് 3 മണിക്കൂർ കുറച്ച് അപേക്ഷ ഫോമിൽ ചെന്നു. 3 മണിക്കൂർ രജിസ്ട്രേഷൻ അവസാനം. ഇവൻ അതുവരെ അപേക്ഷ ഫോമുകളൊന്നും കൊടുക്കുന്നില്ല. 3 മണിക്കൂർ അപേക്ഷ ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. ഒരു 10-100 ആളായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം അത് നമ്മളെ പോത്തണിയുള്ള ഒരു മാസത്തിലൊക്കെ അങ്ങനെ കുറച്ച് 100-100 ആളുകൾ. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് നമ്പർ കിട്ടും. കാരണം ഇവരെ ഇടിച്ചിട്ട് ഇവരെ ഔത്തർച്ചി നമ്മൾ കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ അത് ഇവർക്ക് ഭയങ്കര നമ്പരപ്പെടുത്തി. അപ്പോൾ ഇവർ അവിടെ ഇവിടെ വെച്ച ആളുകളൊക്കെ ഉണ്ടാക്കി രേഖകളൊന്നും വാങ്ങുന്നത്. അപ്പോൾ ഇവർ പെട്ടെന്ന് കുറച്ച് 3 മണിയായി ചുറ്റിന് നടത്തി. 5 മണിയാകുമ്പോഴേക്കും മലപ്പുറത്ത് പോയി റിപ്പോർട്ട് കൊടുത്തി പൈസ വേഗം കിടക്കും. അതിനോട് വരട്ട് കൂട്ടി ഞാനാണ് പോന്നിരുന്നത്. അപ്പോൾ ഞാനെങ്കിലും കേൾക്കുന്നത് കഴിക്കുന്ന ഓടി വന്നിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഇവരായിരുന്നു നിലവിളി കൂട്ടുകയാണ്. ಎಷ್ಟು എഫർട്ട് നിലവിളി കൂട്ടുക. അപ്പം നമ്മുടെ ആളുകളെ ഞാൻ സംഘടിപ്പിച്ചു. അവരേതായിരുന്നാലും ശരി. പിന്നെ അത് അപ്പം എന്ത് ചെയ്തു, പിന്നെ വിശ്വസിച്ചില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ നിർദ്ദേശം വെച്ച് അന്ന് സന്ദർശനം ഒഴിവാക്കി. നമുക്ക് ഒരു മാസത്തിനും നമുക്ക് മുതലാക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ജില്ലയിൽ ഈ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്ന് വലിയൊരു പ്രസ്ഥാനം മാറ്റിയെടുത്തപ്പോൾ പാർട്ടിസ്റ്റ് പാർട്ടിക്ക് നടപിടിക്കുന്ന തൊഴിലാളി സംഘടന നടപിടിക്കുന്ന രീതി
സംസ്ഥാനത്ത്. ഇപ്പോൾ സംസ്ഥാന കർഷക തൊഴിൽ സംഘടന നേതാക്കളെയും നമ്മൾ അവരുടെ ഇതുകൊണ്ട് പുറത്തില്ല. ഫാമിലി ബോർഡ് ചർച്ചയും നമ്മളെല്ലാം ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രതിപക്ഷത്ത് നമ്മൾ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും കർഷക തൊഴിൽ സംഘടന നേതാക്കളെയാവും കുറിച്ച് അമ്മയുണ്ടാവും. കോൺഗ്രസിന് വേണ്ടി ജാതിക്കയില്ല, ഇപ്പോഴുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ, കോടിക്കണക്കിന് ആനുകൂല്യങ്ങൾ നമ്മുടെ ജില്ലയിൽ, ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന എല്ലാ യൂണിറ്റുകളിലും വിവരശേഖരണം നടത്തി ഓരോ യൂണിറ്റിൽ എത്ര ലക്ഷം എത്ര എന്തൊക്കെ യൂണിറ്റ് ആനുകൂല്യം വാങ്ങിക്കൊടുത്ത് ഒരു ഏകദേശ കണക്കൊക്കെ ഉണ്ടാക്കി പാർട്ടിക്ക് റിപ്പോർട്ട് കൊടുക്കും. ഇത് 93 നമ്മൾ തുടങ്ങി. ഇപ്പോൾ 2026 അല്ലെങ്കിൽ 2027 ആകുമ്പോഴേക്കും ഇത്ര ലക്ഷം രൂപ ഇത്ര കൂടി ഈ കർഷക തൊഴിലാളി ഇനത്തിൽ മാത്രം വാങ്ങിക്കൊടുത്തു. അപ്പോൾ നോക്കുമ്പോൾ അങ്ങോട്ട് നിർമ്മാണ തൊഴിലാളികൾ വാങ്ങിക്കൊടുത്തുള്ളൂ, അതേമാതിരി നമ്മൾ പാചക തൊഴിലാളികൾ വാങ്ങിക്കൊടുത്തുള്ളൂ, ചുമട് തൊഴിലാളികൾ വാങ്ങിക്കൊടുത്തുള്ളൂ. മോട്ടോർ തൊഴിലാളി ക്ഷണിച്ച് നമ്മൾ ചേർക്കുക ആനുകൂല്യം വാങ്ങിക്കൊടുക്കുക ചെയ്യാൻ പാടില്ല. ഒന്നൊക്കെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ മുതലാളിയുടെയും തൊഴിലാളിയുടെയും പൈസ അടച്ചെങ്കിലേ നിങ്ങൾക്ക് അത് എത്തിത്തരുള്ളൂ. അതിലാണ് ഈ കോടിക്കണക്കിന് രൂപ കിട്ടുന്നത്. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കും. അപ്പോൾ നമ്മൾ ഈ തൊഴിലാളി മേഖലയിൽ കോടിക്കണക്കിന് നമ്മളെ ഈ ഉള്ള സംഘശക്തി വെച്ചുകൊണ്ട് നമ്മൾ നേടി കൊടുക്കാൻ സാധിക്കും. മറുപക്ഷത്ത് CPM എത്ര വാങ്ങി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളർച്ച എന്തുകൊണ്ട് പഠന വിധേയമായിട്ടാണ് പാർട്ടി എന്തുകൊണ്ടാണ് അവർ വളരുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേടിക്കൊടുത്ത് നമ്മുടെ മേഖലയിൽ കയറി വന്നപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നമ്മുടെ ഇവിടെ കുറുവ പഞ്ചായത്തിൽ ഫാമിലി ആൾക്കെത്തുന്നു. ഞാനൊരു വിശ്വാസം ഒരാളാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി ഞാൻ വിളിച്ചു. അവിടെ ചെന്നാടെ ഇതുപോലെ പറഞ്ഞു ഇവിടത്തെ കർഷകരുകൾ ഇവിടെ കർഷകരുകളല്ല ലീഗിൻ്റെ വ്യക്തിയുടെ പ്രശ്നമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ബാസിൽ ഒരു പറഞ്ഞ കാര്യം അതെല്ലാം സിറ്റിങ്ങിന് അന്ന് പോയി. അപ്പോൾ സിറ്റിങ്ങിന് അന്ന് വെച്ചാൽ അന്ന് എന്താ സംഭവം വെച്ചാൽ ഈ ആളുകൾ ചേരാനുള്ളത് റേഷൻ കാർഡ് കൂടിയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വെക്കുന്നത് മത്സരിക്കുന്നതിലേക്ക്. ഈ പഞ്ചായത്ത് സെക്രട്ടറി നമ്മൾക്ക് പഞ്ചായത്ത് ബേസിക് സെലക്ട് നോക്കുമ്പോൾ ആളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വാസിന് കണ്ടത് ഇതാണ്. അയാൾ പറഞ്ഞു ഈ താത്തേ വാണക്കാട്ടങ്ങളെ പാർട്ടി വിട്ടുവരികയും നിങ്ങൾ വാണക്കാട്ടങ്ങളെ പാർട്ടിൻ്റെ ആൾക്കാരാണ്. ഇപ്പോൾ ഈ റേഷൻ കാർഡിന് ആളുകൾ കച്ചവടം വെച്ച് നമ്മൾ വെച്ച് വന്നു. എൻ്റെ തല്ലുണ്ടായി കുറ്റിയും ഭാര്യ ചവിട്ടുമൊക്കെ ഉണ്ടായി. പക്ഷേ അത് അവർ ഇങ്ങനെ അസുഖമൊക്കെ ഇത് രക്ഷപ്പെട്ടു ആളുകളൊക്കെ സംഘടിപ്പിച്ച് ഇതിന് ചേരാൻ നേരത്തെ പഞ്ചായത്ത് ഓഫീസിൽ ഒന്ന് റേഷൻകാരെ കട്ടിയെത്തിക്കുന്ന അവർക്ക് എഴുതുകയാണ്. അതാണ് പറഞ്ഞത് ഒരു പണിയില്ല കാക്കയെങ്കിലും വരികയും. അപ്പം അച്ഛൻ അങ്ങനെ നമ്മൾ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയ തൊഴിലാളി പ്രസ്ഥാനം. അപ്പം ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് നമ്മൾ അറിയാതെ നമ്മൾ ആളുകളെ ചേർത്തി നമ്മൾ അറിഞ്ഞിട്ട് മെയിൻ ചെയ്തില്ല. അപ്പോൾ ഇപ്പം എന്തായി ഒരു നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഫാമിലി ചേർന്നു നിങ്ങളെ ഇപ്പം വരെ ആരും അറിയിക്കണില്ല. ഉദാഹരണം നിങ്ങൾ ഇതേമാതിരി എൻ്റെ റേഷൻ കാർഡ് തൊണ്ട് ഈ ലീഗായിപ്പോൾ പ്രശ്നമില്ല ഇയാൾക്കുള്ള വാക്ക് 30 അന്ന് 24 30 വാക്ക് ചെന്ന് എത്തി ചെന്ന് അസുഖം ചെന്ന് മോളെ കിട്ടുമ്പോൾ മോളെ വ്യാഴാഴ്ച വാങ്ങിക്കുന്നു, കുറച്ചൊക്കെ പൈസ വാങ്ങിക്കുന്നു, ചികിത്സ വാങ്ങിക്കുന്നു, സ്കോളർഷിപ്പ് വേണം. അങ്ങനെ ഇപ്പം അതിൻ്റെ എനിക്ക് യോഗം ഉണ്ട്. ജ്ഞാനിമന്ദിരത്തിൽ നിന്ന് വരണം. മൂപ്പറിങ്ങനെ മറിച്ചു ജ്ഞാനിമന്ദിരത്തിൽ എങ്ങനെ പറ്റും. അപ്പോൾ മൂപ്പറിങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണും ഇതൊക്കെ ഭയങ്കര പോകും വിശ്വാസത്തെ കൂടാൻ ആണ്ടാണ് ജയിപ്പായി. അപ്പോൾ നമ്മൾ ആരെങ്കിലും അടങ്ങൾ ഉറപ്പാക്കുക ഉള്ളിൽ പോയി അവിടെ നിന്ന് ഇറങ്ങിയാണ്. അവിടെ തന്നെ 1-2 പോക്കുണ്ട് പോക്ക് കഴിഞ്ഞ് ഇയാളെ കുളി കഴിഞ്ഞു. ഇയാളെ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ വിരോധം കഴിഞ്ഞു. പിന്നെ നമുക്ക് പഞ്ചായത്തിൽ നമ്മുടെ കർഷക തൊഴിലാളികൾ ആനാ തോന്നി അപ്പടി ഇപ്പടി നാളെ നമുക്ക് പഞ്ചായത്ത് സംരംഭം എന്തായാലും വരണം. പാർട്ടി ഏതായിക്കോ നമുക്കത് പ്രശ്നം ചെയ്യും നേടിയെടുക്കണം. നമുക്ക് മുപ്പരം മുമ്പ് തന്നെ പിടിച്ചു കാണുകയും നേതാവാറ്റിൻ്റെ പൊടി കൂടെ കൈ കൊടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ നമുക്ക് അതന്നെ കിട്ടിയാൽ ആഹാ ഓണം പുറത്തല്ല കഴിഞ്ഞു. അപ്പം അങ്ങനെ ഈ നമ്മുടെ ജില്ലയിൽ ഈ CPM ഇങ്ങനെ ക്യാൻസറായി കടന്നു കയറി പാർട്ടി ശക്തി രണ്ടാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായി CPM വളർന്നു. നമ്മൾ ആരും വിചാരിച്ചാൽ പിന്തുണ പറ്റില്ല. കാരണം ഞാനീ പറഞ്ഞ രീതിയിൽ എല്ലാ വിവിധങ്ങളായ ആനുകൂല്യങ്ങളും മുഴുവൻ വാങ്ങിച്ചു. ഒരാളെ വെട്ടി കൊന്നാലും 51 101 വെട്ടി കൊന്നാലും ഓരാളുകൾ ഓരോ വിട്ട് പോവില്ല, ഓരോ വോട്ട് പോവില്ല, നമ്മളെ വോട്ടാണ് പോകുന്നത്. അത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചായക്കോട് ശരിയാക്കിയത്.
ഒന്ന് നമ്മൾ ഈ പഞ്ചായത്തിൽ പിടിക്കണം. അതിന് നമ്മൾ ഇതുപോലെ ആളുകളെ ഫാമിലി അംഗങ്ങളെ ചോദിച്ചുകൊണ്ട് നമ്മൾ കുറേ ആനുകൂല്യമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് മറുപക്ഷത്തിൽ ഒരു മാത്രമല്ല ഞങ്ങളും ഈ രംഗത്തുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കുന്നതിനും കാണിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 8 വർഷമായി 2 വർഷത്തിന് പറയുന്നത് ഞങ്ങൾ 5-ാം തീയതി അശ്രഫുണ്ടായിരുന്നു, അപ്പോൾ വാലുണ്ടായിരുന്നു, ശങ്കുണ്ടിണ്ടായിരുന്നു, അപ്പോൾ വാലുണ്ടായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ഒരു പ്രകടനം ഒരുപാട് പ്രവർത്തി. ഞങ്ങളൊക്കെ ഒരു മലപ്പുറം ജില്ലയിൽ 2000 ആളൊക്കെ മൊത്തത്തിൽ ST സംസ്ഥാന കമ്മിറ്റിയിൽ 2500-3000 ആളെ കൊണ്ടുവരുന്നു. പക്ഷേ അവിടെ 6000 തൊഴിലാളികൾ എല്ലാവരുടെ കയ്യിൽ നീരട്ടു. എന്തെങ്കിലും അതിനെ മനോഹരമായ ആ സെക്രട്ടറിയേറ്റ് മുമ്പ് നോക്കിയിട്ട് അതിൻ്റെ അച്ഛൻ കാണുന്നു. നമ്മുടെ മറ്റേ പള്ളിയിലുണ്ടോ, നമ്മുടെ പാളയംപള്ളി. പാളയംപള്ളിയിൽ അത് പ്രകടനം ഇവിടെ സെക്രട്ടറിയേറ്റ് മുമ്പിൽ എത്തി ഉദ്ഘാടന പ്രസംഗം പാളയംപള്ളിയിൽ അത് പ്രകടനം ഒന്നുകൊടുക്കുകയാണ്. വിവിധ ഫെഡറേഷനുകൾ, കർഷക തൊഴിലാളികൾ വേറെ, നിർമ്മാണ തൊഴിലാളികൾ വേറെ, ഗവൺമെൻറ് രീതി. ഈ ഗവൺമെൻറ് കഴിഞ്ഞ 8 വർഷമായി തൊഴിലാളികളെ പാഠതമസ്കരി ഒന്നും കൊടുക്കണില്ല. കർഷകർ ഇപ്പോൾ നമ്മളെന്ത് നോക്കുമ്പോൾ നമ്മൾ എല്ലാ ക്ഷേമയിൽ പോലും ഈ ഫയൽ മുഖ്യമന്ത്രി കാണുന്നതാണ്. കാരണം തൊഴിൽ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസം കൈകാര്യം ശിവൻകുട്ടിയാണ്. അയാൾക്ക് കൈ വർഷവും 4 വർഷത്തിൽ ഓർമ്മശക്തിയില്ല. മുഖ്യമന്ത്രി മേശപ്പുറത്തെ ഫയലെടുക്കുന്നത് നമ്മളെ ഓവർ ഡി, അതായത് 4 വർഷം 3 വർഷം പണം അടക്കാതെ തെറ്റി വിൽക്കുന്നവരുടെ ഓവർ ഡി പുനഃസ്ഥാപനം ഗവൺമെൻറ് പ്രത്യേക ഓർഡർ കാരണം ആ ഫയൽ വരെ അയാളെ മേശപ്പുറത്ത് നിൽക്കുകയാണ്. ഞാൻ അങ്ങണ്ടല്ലോ ചെയർമാനെ വിളിച്ചപ്പോൾ ഞാൻ 3 പ്രാവശ്യം CM-നെ കണ്ട് സംസാരിച്ചു. അത് ഇപ്പോഴും കിട്ടിയില്ല, ഇനി ഒന്നുകൂടി നോക്കട്ടെ. അപ്പോൾ ഇത് ഒന്നും കിട്ടുന്നൊരു ഒരുപാടില്ല. തൊഴിലാളികൾ എല്ലാ ക്ഷേമത്തിൽ പോലും തകർന്ന് തരിപ്പണമായി. ഇവിടെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയിലേക്ക് തൊഴിലാളി ക്ഷേമത്തിൽ ഇവിടെ നിർമ്മാണം നമ്മളൊരു കടണ്ടാക്കി, ഒരു വീടുണ്ടാക്കി, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് അതിലേക്കുള്ള ഒരു ബിൽഡിംഗ് സെസ് കൊടുത്തിരുന്നത്. അതിന് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് നമ്മുടെ ശശികുമാർ ഇല്ലെന്ന എന്ന ഒരു സംഭവമാണ്. അയാളാണ് ഇപ്പോൾ ചെയർമാൻ. തകർത്തു. ഇപ്പം എന്താ പഞ്ചായത്ത് ബോർഡുകളുണ്ട്. പഞ്ചായത്ത് നിർമ്മാണം വിഷയത്തിൽ വീടിന് ഇപ്പോൾ നമ്പർ ഇടണമെങ്കിൽ, വീടിന് ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ച് കിട്ടണമെങ്കിൽ ഈ ബിൽഡിംഗ് സെസ് പഞ്ചായത്ത് അടുത്തോളം. അപ്പോൾ പഞ്ചായത്തിൽ അധികാരം കൊടുത്ത് തിരിച്ചെടുത്തോളം, സെക്രട്ടറിമാർ തിരിച്ചെടുത്തോളം. എന്നിട്ട് ഈ അതിന് 3 വർഷമായിട്ട് ആനുകൂല്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കർഷക തൊഴിലാളികൾ എന്തിനാണ് കർഷക തൊഴിലാളി അതിവർഷം ആനുകൂല്യം മാത്രമല്ല മറ്റൊക്കെ പിടിച്ചിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഗംഭീരമായ രീതിയിൽ ഞങ്ങൾ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ കർഷക തൊഴിലാളികൾ ഞങ്ങൾ നോമ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് മലപ്പുറം കളക്ടറേറ്റ് മുമ്പിൽ ഒരു അതിഗംഭീരമായ തൊഴിലാളികളുടെ മാർച്ച് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മുതൽക്കൂട്ടാകുന്നതിന് വേണ്ടി നമ്മുടെ തായക്കോട് പഞ്ചായത്ത് കർഷക തൊഴിലാളികളെ ക്ഷേമനിധി അംഗങ്ങളാക്കി സംഘടന ശക്തിപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ഷേമനിധി ചേർന്ന് കഴിഞ്ഞാൽ, കർഷക തൊഴിലാളി ക്ഷേമനിധി ചേർന്ന് കഴിഞ്ഞാൽ ഇത് 91 നിലവിൽ ബോർഡാണ്. ഇത് 989 ഔക്കാത്ത് ഞങ്ങളൊക്കെ ഇപ്പോൾ പുതിയ ഇതാണല്ലോ, ആർക്കും സ്റ്റേറ്റിൽ അടിച്ചു വയ്ക്കാൻ കിട്ടും. നമ്മുടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ, മത്സ്യബന്ധന തൊഴിലാളികൾ, ചുമട് തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾക്കൊക്കെ ക്ഷേമനിധിയും ബില്ലും അവതരിപ്പിച്ച മഹാസൈവം എസ്റ്റിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. കർഷക തൊഴിലാളികൾക്കും വേണ്ടി ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായി മാതൃകയായിക്കൊണ്ട് കർഷക തൊഴിലാളികൾക്ക് ക്ഷേമനിധി കൊണ്ടുവന്ന മഹാസൈവാണ്. അതിൽ ബില്ല് അവതരിപ്പിച്ച് മഹാസൈവാണ് നിയമസഭയിൽ. അത് നിയമസഭ പാസ്സാക്കി. പിന്നീട് ഭരണം മാറി. അവിടെ 5 മാറിക്കൊണ്ടിരിക്കും. മാറുമ്പോൾ വേറെ ഗവൺമെൻറ്റൊന്നും നടപ്പാക്കിയത് അടുത്ത വർഷ ഗവൺമെൻറ്. അതാണിപ്പോൾ അവരിങ്ങനെ വേനിയടിച്ചു ഞങ്ങൾ വന്നപ്പോൾ നടപ്പാക്കിയാൽ തൊഴിലാളി ക്ഷേമനിധി കൂടുമെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഈ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായാണ് നമ്മുടെ കേരളത്തിൽ കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളായിരിക്കും 91 ശേഷം വിവിധങ്ങളെ ആനുകൂല്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ഷേമനിധി ബോർഡാണ്. ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള പ്രായപരിധിക്കുള്ളിൽ ചേരാൻ വയസ്സ് തെളിയിക്കുന്ന രേഖ ഒന്നുകിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് കോപ്പി അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് കോപ്പി. അപ്പോൾ 50 വയസ്സ് ഉദാഹരണത്തിന് ഇപ്പോൾ ശങ്കുണ്ണി അറ്റനെ പോലുള്ള ആളുകൾ 50 വയസ്സ് 52 വയസ്സുള്ള ആളുകൾ നമുക്ക് പറയാം അയാളുടെ സ്കൂളിൽ പോയിട്ടില്ല, നിരക്ഷരനാണ്. അപ്പോൾ അയാൾക്ക് ആധാർ കാർഡുണ്ട്, അതിന് വയസ്സായി സ്വീകരിക്കും, അതിനെ സ്വീകരിക്കും. പക്ഷെ 35 വയസ്സ് 40 വയസ്സ് 45 വയസ്സൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 45 വയസ്സുള്ള സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം ഒന്നുമില്ല 3-ാം ക്ലാസ് കഴിഞ്ഞ് പോയിട്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടി സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അതിൻ്റെ ജനന സർട്ടിഫിക്കറ്റ്. ഈ 50 വയസ്സിന് ശേഷം 51 വയസ്സ് 52 വയസ്സുള്ളവർക്ക് ഇല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ കോപ്പി വെച്ചിട്ട് അവർ ക്ഷേമനിധി അംഗങ്ങൾക്ക് എത്താം. പക്ഷേ പിന്നീട് തിരിച്ചാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരാൾ 52 വയസ്സുള്ള ആൾ ആധാർ കാർഡിൻ്റെ കോപ്പി ചേർത്തി നാളെ അയാൾ 1 വർഷം പണം അടച്ചതിന് ശേഷം അയാൾ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. അപ്പോൾ അയാൾക്ക് 55 വയസ്സായിരിക്കും. അതുകൊണ്ട് വയസ്സ് തിരിച്ചു തരുന്ന പറഞ്ഞാൽ തിരിച്ചു കൊടുക്കില്ല. അങ്ങനെ വിഷയമാണ്. അപ്പോൾ നമുക്ക് വയസ്സ് ലഭിക്കാൻ രണ്ടിൽ ഏതെങ്കിലും രേഖ, 2 ഫോട്ടോ,
ബാങ്ക് പാസ്ബുക്കിൽ കോപ്പി. നമ്മളിപ്പോൾ ഈ താഴെക്കോട് സർവീസ് അതിന് ബാങ്ക് പറ്റില്ല, അർബൻ ബാങ്ക് പറ്റില്ല, അതായത് നാഷണലൈസ്ഡ് ബാങ്കുകൾ, ദേശസൽകൃത ബാങ്കുകൾ ഉള്ള IFSC കോഡൊക്കെ ഉള്ള അക്കൗണ്ടുള്ള ആളുകളുടെ ഗ്രാമീണ ബാങ്ക് എടുക്കും, കാനറ ബാങ്ക് എടുക്കും, നാഷണൽ പഞ്ചാബ് ബാങ്ക് എടുക്കും, ICICI ബാങ്ക് എടുക്കും. അപ്പോൾ ആ ബാങ്കിൽ അക്കൗണ്ടുള്ള അവരുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, പിന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചറിയൽ കാർഡിൻ്റെ കോപ്പി ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ക്ഷേമജാനങ്ങളൊക്കെ ചേർക്കാം. ചേർത്ത് കഴിഞ്ഞ ഒരു വർഷം നമ്മൾ വന്ന് ഒരാളെ ഇവിടെ അപേക്ഷ തയ്യാറാക്കിയാൽ ഇന്നല്ല, അത് നമ്മൾ കൊണ്ടുപോയി മലപ്പുറത്ത് കൊണ്ടുപോയി അവിടെ സബ്മിറ്റ് ചെയ്ത് അവർ നമുക്ക് ഇതിൻ്റെ റിസീപ്റ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ആയി ആ ഡേറ്റ് തൊട്ട് ഒരു വർഷം ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു വർഷത്തെ അംശാദം കൊടുത്തി കഴിഞ്ഞാൽ അപ്പോൾ രണ്ടാം വർഷം ഉദാഹരണത്തിന് ഇപ്പോൾ 25/3/2025 ഒരാൾ ഫാമിലി അംഗങ്ങളാക്കി ചേർത്തി നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഉദാഹരണം 25 മാസം മാർച്ച് 25 കൊണ്ട് നമ്മൾ അംഗങ്ങളാക്കി ചേർത്ത് കഴിഞ്ഞാൽ 2026 മാർച്ച് 24 അവർക്ക് ആനുകൂല്യത്തിന് അപേക്ഷ കൊടുക്കാനുണ്ട്. അപ്പോൾ 12 മാസം പൂർത്തീകരിക്കും. അപ്പോൾ അതിനിടയ്ക്കുള്ള പ്രസവം 2 പ്രസവം സ്ത്രീകൾക്ക് ഇപ്പോൾ പ്രസവാനന്തര ആനുകൂല്യം 15,000 രൂപയാണ് കൊടുക്കുന്നത്. അത് ഉയർന്നു പോകും. ഇത് 3,000, 5,000, 7,000, 10,000, 15,000. വിവാഹ സഹായം 1,000, ഇപ്പോൾ 7,000 എത്തി. ചികിത്സാ ധനസഹായം 1,000, ഇപ്പോൾ 4,000 എത്തി. മരണാന്തര ആനുകൂല്യം 1,000, ഇപ്പോൾ 10,000 എത്തി. മിനിമം റിട്ടയർമെൻറ്റ് 3,000, ഇപ്പോൾ 10,000 എത്തി. ഇങ്ങനെ കാലത്തിനനുസൃതമായി ഇത് മാറിക്കൊണ്ടേയിരിക്കും, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് പ്രസവാനന്തര ആനുകൂല്യം 2 സ്ത്രീകൾക്ക് ചേർന്ന് കഴിഞ്ഞു. അവരിപ്പോൾ നമ്മുടെ ബ്ലോക്ക് മെമ്പർ വിചാരിച്ചത് ഇവർക്ക് 10-40 വയസ്സായി, ഇവരിപ്പോൾ പ്രസവം നിർത്തിക്കാന്ന് ഇവരിക്കാരാ. അപ്പോൾ ചോദ്യം എടുത്തതിന് 2-3 കുട്ടികളുണ്ടോ? അപ്പോൾ ഞാൻ ഇച്ച് 2-3 കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രസവാനന്തര ആനുകൂല്യം കിട്ടുക എന്നുള്ള സ്വാഭാവികം മനസ്സിൽ ചിന്തയും നമ്മളോട് അതിന് ബൈലോ പറഞ്ഞത് കർഷക തൊഴിലാളി ക്ഷേമ സംഘത്തെ നിർത്തി 1 വർഷം പൂർത്തീകരിക്കുകയും ചെയ്തതിന് ശേഷം നടത്തുന്ന 2 പ്രസവം. അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരാൾ ക്ഷേമ സംഘത്തിൽ നിർത്തി അവർ 3 പ്രസവം നടന്ന ആളാണ്. നമ്മൾ ചെയ്തതിന് ശേഷം അവർ പ്രസവിച്ചു. അപ്പോൾ അപേക്ഷ പോകുന്നത് എത്രാമത്തെ പ്രസവം എന്ന് ചോദിക്കും? 1ാമത്തെ പ്രസവം. അവിടെ 4ാമത്തെ പോകും, അപ്പോൾ തൊള്ളു. അവിടെ 3ാമത്തെ രീതിയിൽ തൊള്ളു. അപ്പോൾ അതേ തൊഴിലാളിക്ക് വീണ്ടും 2ാമത്തെ പ്രസവം നടക്കുമ്പോൾ നമ്മൾ ചോദിച്ചു, അപ്പോഴും ചോദിക്കും എത്രാമത്തെ? അവിടെ 2. അതോട് തീർന്നത്. അപ്പോൾ 2 പ്രസവത്തിന് 15,000 രൂപ ചെയ്തു. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? 18 വയസ്സ് മുതൽ 20 വയസ്സൊക്കെയുള്ള പെൺകുട്ടികളുണ്ടോ, വിവാഹം കഴിച്ചു കൊടുക്കാത്ത പെൺകുട്ടികളുണ്ടോ, വിവാഹിച്ച പെൺകുട്ടികളുണ്ടോ, 30-35 വയസ്സായ പ്രസവിക്കാത്ത കല്യാണം കിട്ടാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യും? ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു മകൾ 19-20 വയസ്സുള്ള മകളെ വിവാഹം ചെയ്ത് അയക്കുകയാണ്. അതുകൊണ്ട് അവരെ ഈ ക്ഷണിച്ചു ഞാനും ചേരണം. ഞാനിപ്പോൾ ഒരു 54 വയസ്സ് ആയില്ലാണെങ്കിൽ 53 വയസ്സ് എനിക്ക് ചേരാം. അപ്പം എന്താ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ എൻ്റെ മകളെ കെട്ടിച്ച് കഴിഞ്ഞാൽ മകൾക്ക് തൊഴിലാളിയുടെ വിവാഹ നിശ്ചയത്തിന് അപേക്ഷ കൊടുക്കാം, എനിക്ക് തൊഴിലാളിയുടെ മകളുടെ വിവാഹ നിശ്ചയത്തിന് അപേക്ഷ കൊടുക്കാം. അപ്പം എന്തായി? ആ വീട്ടിൽ 2 വിവാഹ നിശ്ചയത്തിൻ്റെ ആനുകൂല്യം. ആ മകൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ മകൾക്ക് എന്ത് ചെയ്യുക? പ്രസവാനന്തര ആനുകൂല്യത്തിന് അപേക്ഷ കൊടുക്കാറുണ്ട്. എൻ്റെ ഭാര്യ ചേർത്തി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കും പ്രസവാനന്തര ആനുകൂല്യത്തിന് അപേക്ഷ കൊടുക്കാം. പിന്നെ നമുക്കുള്ളത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് മുസ്ലിം ജനിച്ചു നിങ്ങൾ തൊഴിലാളി എന്നാണ് ഞങ്ങളുടെ വീട്ടിൽ കൊള്ളാം തൊഴിലാളി. അപ്പോൾ നിങ്ങളെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിങ്ങളുടെ പേരിൽ നിങ്ങളെ അതിന് ചേർക്കുക. ചേർത്തി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ എത്തി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കഴിഞ്ഞാൽ 3,000 സ്കോർ 3,000 അക്കൗണ്ടിൽ വരും. ഇവിടെ ഒടുക്കുമുണ്ട അതിൻ്റെ അപേക്ഷയൊക്കെ ഇവിടെ അക്ഷരപ്പൈകളെ ഹോമോ കൊടുക്കും. അത് മുന്നിൽ കൊടുക്കുന്ന അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. അത് 85-80% തൊട്ടുള്ള ആളുകൾക്ക് ഫുൾ A+ ആണ്. പിന്നെ 80% തൊട്ട് മാർക്ക് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥികളൊക്കെ. അപ്പോൾ ഒരു തൊഴിലാളിക്ക് 3 മക്കളുണ്ട്. ഇപ്പോൾ മൂക്കൾക്ക് തൊഴിലാളി ക്ഷമ ചെയ്തത് 3 മക്കളുണ്ട്. 3 മക്കൾ ഇപ്പോൾ ഉദാഹരണത്തിന് SLC പരീക്ഷ 2025 3 കുട്ടികൾ പാസ് ചെയ്യാം. ആ 3 കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാം. ഇതാണ് ഒരു കുട്ടിക്കല്ല, ആ 3 കുട്ടിക്ക് അപേക്ഷ കൊടുക്കാം. ആ 3 കുട്ടികൾ 2000+2 നേടുന്നുണ്ടെങ്കിൽ ആ +2 കൊടുക്കാം. പിന്നെ അവരെ കുട്ടികൾ ഡിഗ്രി പോകുന്നുണ്ടെങ്കിൽ ഡിഗ്രി കൊടുക്കാം. അവർ പിന്നെ അത് നമ്മുടെ ഹയർ വിദ്യാഭ്യാസത്തിന് പോവുകയാണ്, LLB പോവുകയാണ്, MBBSന് പോവുകയാണ്, BComന് പോവുകയാണ്, PGക്ക് പോവുകയാണ്, PhDക്ക് പോവുകയാണ്, BComന് MComന് പോവുകയാണ്. അങ്ങനെയുള്ള അതിന് പോകുന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഒരു അപേക്ഷ കൊടുക്കാം. അതായത് 59 വയസ്സും 60 വയസ്സും ആകാൻ 6 മാസം വരെയുള്ള സമയം വരെ വിവിധങ്ങളായ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ
നമ്മളിപ്പോൾ MBBS പഠിക്കുന്ന എൻ്റെ ഒരു മോളിപ്പോൾ PhD ചെയ്ത് കൊടുക്കും, PG പാസ്സായി, ഗോൾഡ് മെഡലോട് പാസ്സായി. അന്ന് 2000 കിട്ടി. എന്നിട്ട് ആകെ എന്താ മുടക്കുള്ളത്? അന്ന് 60 രൂപയാണ്. ഇന്നിപ്പോഴാണ് 280. അപ്പം അത് ഇനി PhD കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ 15,000 കിട്ടും. ഇത് വെറുതെ ഒരു വിദ്യാർത്ഥി മാത്രമേ ഉള്ളൂ. കേരളത്തിൽ തിരിച്ചടവില്ല. അപ്പം അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പം നമ്മൾ പ്രസവാനാന്തരങ്ങളിൽ കിട്ടും, വിവാഹ സഹായത്തിനും, സ്കോളർഷിപ്പിൽ നിന്നും മരണാന്തരാനുകൂല്യം. അപ്പോൾ നമ്മളിപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ മരിച്ചു, ഉറപ്പല്ലേ? ഉറപ്പായിട്ടും മരിച്ചു. എങ്ങനെ മരിച്ചു? ഉറപ്പാണ്. നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാലാണ് വെക്കുമ്പോൾ രണ്ടാമത്തെ അടി വെക്കുമ്പോൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ഈ ചേരുമ്പോൾ നമ്മളിവിടെ തീർച്ചയായിട്ടും ഒരാളപ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ടുള്ള നോമിനി ആരാ? അപ്പോൾ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ പേര് വരും, ഭർത്താവ് എന്തെങ്കിലും ഭാര്യ പേര് വരും. പക്ഷേ ഈ 4-5 ആളായെന്നുണ്ടെങ്കിൽ നോമിനിക്ക് പിന്നെ അവർ വില്ലേജ് ഓഫീസിൽ പോയി മറ്റേ ഫാമിലി സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് വാങ്ങി വന്നപ്പോൾ തന്നെ വാങ്ങി വെച്ചാൽ തന്നെ പിന്നെ ഇനി 5-6 ദിനം ഒരാൾ അധികാരം വെച്ചാൽ നമ്മുടെ പത്രദേശത്തിലുള്ള ഓഫീസർമാർ എല്ലാം കൂടി പൊടിയാണ്. അപ്പോൾ ഭാര്യ ചേർത്തും ഭർത്താവ് നോമിനി, ഭർത്താവ് ചെയ്യുമ്പോൾ ഭാര്യ നോമിനി. അപ്പം മരണം പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് 5000 രൂപ ശേഷക്രിയ. അത് മരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിന് അവർ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് ഇതിന് ആക്ച്വൽ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പോൾ നമുക്ക് ഇതിന് മരണാന്തര ആനുകൂല്യത്തെ സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാൽ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ 5000 മരണാന്തര ആനുകൂല്യം ആരാണോ നോമിനി ആ നോമിനി കിട്ടും. പിന്നീട് നമ്മളിതിലേക്ക് അടക്കുന്ന സംഖ്യ, ഒരു വർഷം നമ്മളിതിൽ പണം അടയ്ക്കുന്ന 625 രൂപ വീതം വെച്ച് തിരിച്ചു തരും. അതോടൊപ്പം ഈ അടച്ച പൈസ കൊടുക്കും. അപ്പോൾ 250 എപ്പോൾ അളവ്. അപ്പോൾ ഒരു വർഷത്തെ 250 പ്ലസ് 10 കൊല്ലമാണെങ്കിൽ 10 കൊല്ലത്തിൽ 250 സംഖ്യ മരണാന്തര ആനുകൂല്യം, അതിൻ്റെ 10 വർഷം ആനുകൂല്യം തിരിച്ചു കൊടുക്കും. അപ്പം എങ്ങനെ വന്നാലും അതോടൊപ്പം 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പണം മുടക്കുന്ന തൊഴിലാളിക്ക് 1 ലക്ഷം രൂപ റിട്ടയർമെൻറ്റ് ആനുകൂല്യം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാഴ്ചയോടും മുൻചാഴ്ചയോടെ പോകണം. ഒരു 5 ലക്ഷം പ്രത്യേകിച്ചില്ല. ആകെ 60 വയസ്സ് ജീവിച്ചിരിക്കുമ്പോൾ കളക്ട് വെച്ചു. 18 വയസ്സിന് ശേഷം ചേരുകയും 60 വയസ്സ് 42 വർഷക്കാലം പണം അടച്ച് വ്യക്തീകരിക്കുമ്പോൾ 5 ലക്ഷം തരും UDF പ്രഖ്യാപനം പ്രത്യേകിച്ചാൽ 42 ഭാവി ജീവിച്ചിരിക്കും. ദൂരാഴ്ച എങ്ങനെ എങ്ങനെ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ആകർഷിക്കാൻ 1 ലക്ഷം അത് കൊള്ളാം, 1 ലക്ഷം പറയണം, അങ്ങനെ 1 ലക്ഷം ആക്കിയത്. അപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ പിന്നെ ഇപ്പോൾ എന്തെയും ഈ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ 42 വർഷം പണം എടുക്കുമ്പോൾ തിരിഞ്ഞു പോകുമ്പോൾ 1 ലക്ഷം രൂപ ഈ പറഞ്ഞ എല്ലാ ആനുകൂല്യം എല്ലാം കിട്ടും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ പുതിയ നിവേദനം തീരുമാനിക്കും. എന്താ നമ്മൾ സ്കൂൾ കായിക മേഖലകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ 1ഉം 2ഉം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പാരിതോഷികം കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ പറയുന്നത് 500 പഠിച്ചാൽ മേടിക്കുക. അത് ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ്. ചെയർമാൻ നമ്മളെ സംഘടന അഭിനന്ദിച്ച് കത്തുന്നുണ്ട്. കത്ത് അക്ഷരം ഇല്ലാണ്ട് ചെയ്യാൻ ചർച്ചയ്ക്ക് വെക്കും. നമ്മളാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, നമ്മുടെ LP സ്കൂളിൽ, UP സ്കൂളിൽ നമ്മുടെ സബ് ജില്ലാ കലോത്സവം, കലോത്സവം, അതിലൊക്കെ ഉന്നത ഇത് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സർക്കാർ പാരിതോഷികം കൊടുക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കാൻ വേണ്ടി പോകും. അങ്ങനെയുള്ള റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ, പ്രസവാനന്തര ആനുകൂല്യം, ചികിത്സാ ധനസഹായം, നമുക്ക് ഭവന നിർമ്മാണ പദ്ധതിക്ക് ഇതിലേക്ക് കണ്ടുകൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല, ഓരോരുടെ കയ്യിൽ കാശില്ല. പിന്നെ നമ്മൾ വെറുതെ അത് പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കി ഭവനരഹിതവും ഭൂരഹിതമായ കർഷക തൊഴിലാളികൾക്ക് ഭവനം കൊടുക്കണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വരുന്നു പറയാം. അപ്പം ഇങ്ങനെയുള്ള ഒരു ക്ഷേമനിധിയിൽ ഇതിലേക്ക് ചേരുമ്പോൾ വേണം 400 രൂപ. അതായത് ഞങ്ങൾ 240 രൂപ 400 ഞങ്ങൾ അടക്കണം. അംശാദായം 25 രൂപ ഇതിന് പാസ് കിട്ടും, അതിൻ്റെ പൈസ കൊടുക്കും. 25 രൂപ ഞങ്ങൾക്ക് STയുടെ മെമ്പർഷിപ്പ് കൊടുക്കും. അത് വാജിബാണ്. ഇത് ഞങ്ങൾക്ക് ഒരു കുട്ടിയില്ല, നമുക്ക് അടക്കം 25 രൂപ STയുടെ മെമ്പർഷിപ്പ് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിൻ്റെ ഒരു ഓഫീസുണ്ട്, അതിൻ്റെ വാടക അതിന് ഞങ്ങൾ 10 രൂപ കൊടുക്കണം. ഇത് പിന്നെ ഈ ഫോം എടുക്കൽ ഇതിനൊക്കെ ചിലവ് കൂടിയാണ് 400 രൂപ ചേരും വാങ്ങുന്നത്. പിന്നെ കൊല്ലം 300 രൂപ, അതിന് 240 രൂപ അംശാദായം അടക്കണം. 25 രൂപ STയുടെ മെമ്പർഷിപ്പ് കൊടുക്കണം. 10 രൂപ ജില്ലാ 200 രൂപ 25 രൂപ. നിങ്ങൾക്ക് വളരെ ഇവിടെ ഈ അഷ്റഫായാലും ശരി, മുപ്പത്തേരാണ് ശരി, ഇത് ഇങ്ങോട്ടൊക്കെ മണ്ടണ്ടേ? നീ മണ്ണിനത്തോട്ട് മണ്ണ് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. മണ്ണിൽ വരി വിളിച്ചോളിച്ചാണ് കായകാലത്തിൽ അപ്പുറത്തേക്കില്ല 10 മണിക്ക് എന്തെയോ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഓടിച്ചാടി പിടിച്ചുണ്ടാക്കുന്ന ഇവരിൽ ഒന്ന് 10 കിട്ടിയാൽ അശോകനെ സംബന്ധിച്ച് കുറച്ച് ഭേദമായി. ഞാൻ നാളെ മൈക്ക് ആയിക്കഴിഞ്ഞാൽ ഇതൊന്നും കൊണ്ടുപോയാക്കണം, കല്ലിങ്ങും കളിങ്ങും ഒഴിവാക്കണം. അപ്പോൾ 10 കയറ്റി മലപ്പുറത്ത് അതാണ് കൊണ്ട് അടച്ചു വെക്കണം. അപ്പോൾ ഇവിടുന്ന് ബസ്സിൽ പോകണം, വരണം. ചിലപ്പോൾ ഞങ്ങളെ കാണും ചായയും കൊണ്ട് 10 അടച്ചില്ല, ആവശ്യമില്ല, ചായ നിർബന്ധിച്ച് പോകും. അപ്പോൾ അതിനുള്ളതാണ് 25 രൂപ. ഈ പാസ്ബുക്ക് നിങ്ങൾ ചെയ്യിക്കാറ്
അപ്പോൾ തായക്കോട് പഞ്ചായത്തും ക്ഷേമം ചെലുത്തുന്ന ആളുകൾ തൊഴിലാളികൾ മാത്രമല്ല ജില്ലാ കമ്മിറ്റി സെല്ലുണ്ടാവില്ല. ഇവിടെ ആരാണോ ഇവിടെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തായക്കോട് നമ്മളൊന്ന് ജില്ലാ പരിഷത്ത് കമ്മിറ്റി ഉണ്ടാക്കിയല്ലേ അവരെ കയ്യിലുണ്ടോ. അപ്പോൾ ഇനിയിപ്പം മരുതല ഉണ്ടാക്കി അവിടെ ആരെ യൂണിറ്റ് അവരുടെ കയ്യിലുണ്ടോ. അപ്പോൾ ഈ പാസുക്കും കാര്യങ്ങളൊക്കെ ഇവരാണ് കൈകാര്യം ചെയ്യുക, ഇവരാണ് ഇത് പിരിക്കുക, ഇവരാണ് ഇറക്കുക, ഇവരാണ് ആനുകൂല്യത്തിന് അപേക്ഷ കൊണ്ട് കൊടുക്കുക. അതിൽ ഇവർ മലപ്പുറത്ത് വരുമ്പോൾ അത് സ്വീകരിക്കാൻ ഞങ്ങൾ ആഴ്ചയിൽ വാങ്ങിച്ച് മലപ്പുറത്ത് അവിടെ പ്രസിഡന്റ് ഞങ്ങൾ കഴിഞ്ഞ വർഷം തീരുമാനിച്ചത് ഒരു ദിവസം പ്രസിഡന്റ് ഇരിക്കുക, ഒരു ദിവസം ജനറൽ സെക്രട്ടറി ഇരിക്കുക, ഒരു ദിവസം ഖജാൻജി. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം മലപ്പുറത്ത് ആളുണ്ടാവും. പിന്നെ ഒഴിവുള്ള ദിവസം എല്ലാവർക്കും വന്ന് നിൽക്കുക. അങ്ങനെ തീരുമാനമാക്കിയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബുധനാഴ്ച സ്നേഹമുണ്ടാവും, തിങ്കളാഴ്ച നൗഷാദ് ഉണ്ടാവും, ചൊവ്വാഴ്ച വീട്ടിൽ എവിടെയുണ്ടാവും. അപ്പോൾ ഇവർ വരുമ്പോൾ അവിടുന്ന് അനാഥമായി മടങ്ങി വരാൻ പാടില്ല. ഇവർ ഇവിടുന്ന് ഒരു പക്ഷേ ഇത് എഴുതാൻ അറിയില്ല, നേരെ വേണം ഇത് അപേക്ഷ എങ്ങനെ എഴുതുന്നതെന്ന് അറിയില്ല. അതിന് എത്ര വിദ്യാഭ്യാസം വരും, ചില കാര്യങ്ങൾ അത് വിദ്യാഭ്യാസത്തിനല്ല. അപ്പോൾ ഇത് നേരാവണ്ണം അവിടെ വരുമ്പോൾ അപേക്ഷയൊക്കെ വന്നാൽ നമ്മളത് ക്ഷേമനിധി ഓഫീസിൽ പോയാൽ എസ്റ്റിൻ്റെ അപേക്ഷ വന്ന് എന്തെങ്കിലും പേര് വന്ന് മടങ്ങാൻ പാടില്ല. നമ്മളൊരു വിവരമില്ലാത്ത ആളാൻ പാടില്ല. ആ വാശി പിടിച്ചിട്ട് നമ്മളൊരു ഇതൊക്കെ വാങ്ങി എഴുതി തയ്യാറാക്കി യാതൊരു കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് റിജക്റ്റ് ആകാത്ത രീതിയിൽ റിജക്റ്റ് ആകുകയാണെങ്കിലും ചില ഫയൽ റിജക്റ്റ് ആകുമെന്ന് നമുക്കറിയാം. എന്നാലും അത് റിജക്റ്റ് ആകാതെ ഇരിക്കാനുള്ള പണിയെ എടുത്തിട്ട് ഈ സാധനം കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത് നമ്മുടെ അടുത്ത് ആളുകൾ വരുവരും. അപ്പോൾ ഇങ്ങനെ കുറച്ച് നബീസ പ്രസവിച്ചു, അപേക്ഷ കൊടുത്തു, 15,000 പാസ്സായി. നമ്മൾ ആളുകളുടെ വീട് അസുഖം ബീസാ നാളെ നമുക്ക് പോകണം റെഡി ചെയ്യുന്നോ 8 മുതൽ നമുക്ക് 10 മലപ്പുറത്ത് 15,000 പ്രസവാനന്തരം പാസ്സായി. അത് വാങ്ങിച്ചു അത് പോയി കൈ നമ്മൾ നേരെ കൊണ്ടുപോയി കൈ പിടിച്ച് കൊണ്ടുപോയി പൈസ ചെക്ക് വാങ്ങിക്കൊടുത്ത് ജില്ലാ കൊണ്ടുപോയി പൈസ വാങ്ങി കയ്യിൽ കൊടുത്ത് ഒരു ചായ ഒരു സന്തോഷത്തോടുകൂടി വന്ന് അവർ വീട്ടിൽ എന്ത് ചെയ്യുമ്പോൾ അവർ പറയും വലിയ പ്രസവാനന്തരം ഇന്നയാൾ വാങ്ങിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് അഷ്റഫ് ചിന്തിക്കാൻ വയ്യായിട്ട് വർക്ക് ചെയ്യിക്കോട്ടെ ഞാൻ ഇനി അഭിഷേകനൊക്കെ ഉണ്ടാക്കുന്നത് വനകരണങ്ങളൊക്കെ ചിന്തിക്കാനുണ്ട്. പക്ഷേ മക്കളൊക്കെ ക്യാൻസർ വാങ്ങിക്കുന്നില്ലേ ആ പഞ്ചായത്തിലൂടെ ആ പൊട്ടി കൊട കുറ്റെന്ന് പറഞ്ഞാൽ പോവും ഇത് പോവും. അപ്പോൾ അതങ്ങനത്തൊക്കെ തടയിടാനാണ് നമ്മളും കളിക്കുക. അപ്പം അങ്ങനെ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തൊഴിലാളികളും ആളുകളും നമ്മളൊക്കെ നിർത്തി നമ്മുടെ ജനസെക്രട്ടറി പറഞ്ഞത് പാർട്ടിക്ക് കയറി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് നമ്മൾ കർഷകരോട് എനിക്ക് നേതാക്കൾ കർഷകരുടെ ആക്കട്ട വ്യവസായികളൊക്കെ നമ്മളെ സംഘടനയ്ക്ക് ഭൂരിപക്ഷം വരുന്ന രീതിയിൽ പാർട്ടിക്ക് ഭൂരിപക്ഷം വരുന്ന രീതിയിൽ ഒരു അതുണ്ട് നമ്മളെ കൊണ്ട് ഒരു ഭാരം നമ്മുടെ നേതാക്കന്മാർക്ക് ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പാർട്ടി നേതാക്കന്മാർക്ക് പാർട്ടിക്കാരന്മാർക്ക് ഉണ്ടാവും പല മേഖലയിലും അത് വരാൻ കഴിയാതെ വരുന്ന സംഘടനയില്ല. എന്താ പറയുക അസ്ലാമായി തൊഴിൽ ധാരാളം ജോലികളൊക്കെ അവരുടെ നേതൃത്വത്തിൽ തടിച്ചെടാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തായക്കോട് പഞ്ചായത്തിൽ ഇന്നിപ്പോൾ 10-30-35 ആൾക്ക് ഞങ്ങളവിടെ പുതിയ ആളുകളായി അപേക്ഷ തയ്യാറാക്കി. കുറേ ആളുകൾ രേഖകളൊക്കെ സൊസൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി നമുക്ക് ഒരു ഈ തായക്കോട് പഞ്ചായത്ത് വിവിധ വാർഡുകളിൽ നമ്മളെല്ലാ ബോഡികളും ചലിപ്പിച്ചുകൊണ്ട് ഒരു നോമ്പൊക്കെ കഴിയുമ്പോൾ ചെറുനാളൊക്കെ കഴിഞ്ഞ് 10-15 സംഘങ്ങൾ 15 ആളുകളൊക്കെ അംഗങ്ങളാക്കി ചെറുക്കിയ പാസ്ബുക്കൊക്കെ വാങ്ങിക്കൊണ്ട് നോക്കി അതിൻ്റെ വിതരണം ആദ്യ വിതരണം പ്രാദേശിക വാർത്താ ചാനലുകളിൽ പത്രമാധ്യമങ്ങളിൽ നേതാക്കന്മാരെ കുറിച്ച് ഒരു വമ്പും പലരും കുലുമും തായക്കോട് പഞ്ചായത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതിബിംബങ്ങൾ പല ഭാഗത്തുണ്ടോ ആ രീതിയിലേക്ക് നമ്മുടെ തായക്കോട് പഞ്ചായത്തിനെ കൊണ്ടുവരണം എന്നാണ് എല്ലാവർക്കും ചേർക്കാം. നിങ്ങൾക്ക് ചേരാം, നിങ്ങൾക്ക് ചേരാം, ഭർത്താവും ചേരാം, സഹോദരിക്ക് ചേരാം, ആദ്യം ചേരാം. തൊഴിലാളി എന്നത് നമ്മൾ നഷ്ടപ്പെടുന്നു. പഴയ കാലത്ത് ഗവൺമെൻറ് വരണ്ടേ പഞ്ചായത്തോടൊപ്പം എത്ര വർഷം വന്നിരിക്കും. ഇങ്ങനെ നമ്മൾ മൂപ്പര പ്രദേശത്തിന് ക്ഷേമ അംഗങ്ങളാക്കിയിട്ട് അപേക്ഷ ചെയ്തിരുന്നു. എന്തേന്നു പക്ഷേ എന്താണ് കിട്ടുന്ന പണി ആര് ചോദ്യം ചോദിച്ചു കയ്യട്ടിക്കാൻ. അപ്പോൾ നമ്മളെന്താ പറയുക ശുദ്ധീകരിക്കുക. ഞാൻ ഡ്രൈവറാണ്, ഈ ഡ്രൈവർമാർക്ക് ചെയ്യാൻ പറ്റുകയില്ല. ചില വനിതകളിൽ എന്താ പണി കയ്യാൻ ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ മടക്കിയേക്കും ഒന്നുമില്ല. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ നമുക്ക് മുക്കി തീർത്താണ്. ഒരു അപേക്ഷ പൂർത്തി തയ്യാറാക്കി 2 അടയാളങ്ങൾ കൃത്യമായിരിക്കും. 2 അടയാളങ്ങൾ രേഖപ്പെടുത്തി പൈസ വയ്ക്കുന്ന കാര്യം അപേക്ഷയ്ക്ക് തയ്യാറാക്കി നമ്മളെ കൊണ്ടുപോയി കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, അടക്കുന്നു, പാസ്ബുക്ക് കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങളെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആരും അറിയാതെ
നമ്മളെ ആളുകളെ പിടിച്ചപ്പോൾ ക്ഷേമം എന്താണെന്ന് കേൾക്കുന്നുണ്ടാവും, ചുറ്റിനൊന്നുമില്ല. അപ്പോൾ നല്ല ഒരു സാഹചര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു ഒരു മഴ ഒരു ഇടത്തിലൊക്കെ നമ്മളെ ഈ ഭാഗങ്ങളുള്ളൂ, മഹാഭാഗങ്ങളുള്ളൂ. അതോടൊപ്പം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അങ്ങോട്ടും ആൾക്കാരുള്ളൂ. മനസ്സിലായില്ലേ? ഒന്നിട്ട് ചോദിക്കാനും വയ്യ, വേണ്ടൊന്ന് കൊടുക്കാനും വയ്യ. അങ്ങനെയുള്ള ആളുകൾക്ക് ഉപയോഗിച്ചു. അങ്ങനെ എല്ലാവരും എല്ലാവരും ജാതി മതം ഒന്നും നോക്കണ്ട, രാഷ്ട്രീയമൊന്നും നോക്കണ്ട, പിടിച്ച് ചേർത്തുക. ചേർത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3 യോഗങ്ങൾ അമ്മയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ അത് മാനസികമായി നമ്മൾ ആനന്ദത്തെ വന്നിട്ട് വെക്കുമ്പോൾ മാനസികമായിട്ട് അവർക്ക് നമ്മളൊരു ഐക്യം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്നേഹം, എതിർപ്പുണ്ടാവില്ല. ആ കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ ഒരു അടുത്ത പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നമ്മളെ പ്രാർത്ഥന അധികാരത്തിൽ കൊണ്ടുവരും. നമ്മുടെ പഴയ പെരുന്തൽമണ്ണയുടെ പ്രതാപം നമ്മളെ 10,000 വോട്ടിന് 7,000 വോട്ടിന് 12,000 വോട്ടിന് ജയിച്ചു കഴിഞ്ഞ നിയമസഭാ മണ്ഡലം പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന സേവനം ചെയ്യുക. അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.